ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന കേരളത്തിന് സോളാറിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് മാതൃകയാവുകയാണ് വൈദ്യുതി ബോർഡ്. വയനാട്ടിലെ ബാണാസുര സാഗർ അണക്കെട്ടിൽ സ്ഥാപിച്ച റൂഫ് ടോപ്പ് സോളാർ പാനൽ വഴി 440 kV വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ ദിവസം പദ്ധതിയുടെ ആദ്യഘട്ട പരിശോധന പൂർത്തിയാക്കി. വയനാട്ടിലെ പ്രധാന അണക്കെട്ടുകളിലൊന്നായ ബാണാസുര സാഗർ ജില്ലയിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട സന്ദർശന സ്ഥലങ്ങളിലൊന്നാണ്. ബാണാസുര സാഗർ അണക്കെട്ട് ഇന്ന് വ്യത്യസ്തമാവുന്നത് കേരളത്തിലെ ആദ്യത്തെ റൂഫ് ടോപ്പ് സോളാർ പദ്ധതിയുടെ പേരിലാണ്. രൂക്ഷമായ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ പാരമ്പര്യേതര ഊർജ്ജത്തിൽ നിന്നുള്ള വൈദ്യുതോൽപാദനത്തെക്കുറിച്ച് വൈദ്യുത ബോർഡ് ആലോചിച്ചപ്പോൾ അത് കേരളത്തിലെ ആദ്യത്തെ റൂഫ് ടോപ്പ് സോളാർ പദ്ധതിയുടെ പിറവിക്ക് കാരണമായി. ഫെബ്രുവരിയിൽ ആരംഭിച്ച നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞ മാസമാണ് പൂർത്തിയാക്കിയത്. അണക്കെട്ടിലെ 685 മീറ്റർ നീളം വരുന്ന റോഡിന് മുകളിൽ മേൽക്കൂരയുടെ മാതൃകയിൽ വൈദ്യുതോൽപാദനത്തിന് ആവശ്യമായ സോളാർ പാനലുകൾ സ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസം പരീക്ഷണ പ്രവർത്തനവും നടന്നു. ഡെയിലി 5 മണിക്കൂർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നുള്ള ഒരു അസംഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു വർഷം 250 ദിവസം ജനറേറ്റ് ചെയ്യാനാണ് പറ്റുന്നതാണ് കണക്ക് കൂട്ടുന്നത്. 5 ലക്ഷം യൂണിറ്റാണ് ആനുവൽ ജനറേഷൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ജലോപരിതലത്തിൽ ഉയർന്നു കിടക്കുന്ന സൗരോർജ്ജ നിലയം നേരത്തെ തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ അണക്കെട്ടിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇതുവഴി 15,990 യൂണിറ്റ് വൈദ്യുതി KSEB ഗ്രിഡിലേക്ക് പ്രതിവർഷം എത്തുന്നുമുണ്ട്. ഇതിനു പുറമെയാണ് 4.29 കോടി രൂപ മുടക്കി റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റ് സ്ഥാപിച്ചത്. പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാരിന്റെ ഇന്നോവേഷൻ പ്രോജക്ട് അവാർഡും KSEBക്ക് ലഭിച്ചു. ഇലക്ട്രിക്കൽ പരിശോധനാ വിഭാഗത്തിൽ നിന്നുള്ള അനുമതി കൂടി ലഭിച്ചാൽ പദ്ധതി ഉടൻ പ്രവർത്തനം ആരംഭിക്കും. റിപ്പോർട്ടർ, വയനാട്.